December 31st is a point where everybody will have a lot of new resolutions, new decisions, തീരുമാനങ്ങൾ അങ്ങനെയൊക്കെ എടുക്കുന്ന ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ആണ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ടേക്കിംഗ് December 31st as the day. അതൊരു ബെഞ്ച് മാർക്ക് ആക്കുന്നതിൽ എനിക്ക് I don't believe in that science. But for me, ഞാൻ എൻ്റെ ലൈഫിൽ ഒരു വലിയ ഡിസിഷൻ എടുത്തതും അത് ഇപ്പോഴും ആ ഡിസിഷൻ കണ്ടിന്യൂ ചെയ്തു പോകുന്നതും ഒരു December 31st എടുത്തത്. ഐ ക്വിറ്റ് മൈ സ്മോക്കിംഗ് ഡ്യൂറിങ് December 31st. ഐ സ്റ്റിൽ റിമെമ്പർ. ഞാൻ ഗോൾ സെറ്റിംഗിൽ എപ്പോഴും പറയും, ഗോൾ സെറ്റിംഗ് ഭയങ്കര എളുപ്പമാണ്. ഞാനൊരു 15 പ്രാവശ്യം ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്മോക്കിംഗ് നിർത്താൻ. 15 പ്രാവശ്യം സെറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഓരോ പ്രാവശ്യം സെറ്റ് ചെയ്യും ഫെയിൽ ആവും, സെറ്റ് ചെയ്യും ഫെയിൽ ആവും. ബട്ട് അൾട്ടിമേറ്റ്ലി I took a decision, and then alhamdulillah, I don't even stay with people who are smoking right now, and I don't see people smoking right now. ഞാനത് വളരെ ഡെലിബറേറ്റ് ആയിട്ട് നമ്മളത് ആ ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പുതിയ മാനേജ്മെന്റ് അല്ലെങ്കിൽ പുതിയ ട്രാൻസ്ഫോർമേഷണൽ സയൻസ് പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ അല്ല ഞാൻ പറയുന്നത്, ഒരു ലോ ഓഫ് കണക്ടിവിറ്റി ഉണ്ട്. നമ്മൾ വൺസ് യു ടേക്ക് ദാറ്റ് ഡെസിഷൻ ആൻഡ് ഫേം കമ്മിറ്റഡ് ആയിട്ട് സട്ടിലായിട്ട് അതിൽ നിന്ന് കഴിയുമ്പോൾ യു വിൽ ഓൺലി മീറ്റ് പീപ്പിൾ വിത്ത് കോമൺ വാല്യൂസ്. ഇപ്പോൾ മുമ്പൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഒരു സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, ദേ ഹാവ്, ഇഫ് യു ഗോ ആൻഡ് മീറ്റ് പീപ്പിൾ, ദേ നോ ടു ഹൂം ടു ആസ്ക് ഫോർ എ ലൈറ്റർ. അവർക്കറിയാം ഒരു ലൈറ്റർ ചോദിക്കേണ്ട ആളെ അവർക്ക് നാച്ചുറലി കണ്ടെത്താൻ പറ്റും ഒരു ക്രൗഡിനകത്ത്. ആൻഡ് വിത്ത് സം ബോഡി ലാംഗ്വേജ്, വിത്ത് സം ജസ്റ്റേഴ്സ്, ദേ വിൽ ഐഡന്റിഫൈ ദെയർ പ്രൈഡ് ആൻഡ് ദേ ഗെറ്റ് അലോങ് വിത്ത് ദം. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് ഈ ലൈക്ക് വിൽ ഡെഫിനറ്റ്ലി അട്രാക്ട് ദി ലൈക്ക് വാല്യൂസ് എന്ന് പറയും. നമ്മുടെ വാല്യൂസുമായിട്ട്, നമ്മുടെ വാല്യൂസ് ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവും. സോ എനി വിച്ച് വേ, we are now in the 1st of the Jan. ഒരു പുതിയ വർഷമാണ്. ഈവൻ ദോ അങ്ങനെ ഒരു ദിവസത്തിനൊരു പ്രത്യേകത ഇല്ലെങ്കിൽ പോലും ലോകം മുഴുവൻ അങ്ങനെ ഒരു ദിവസത്തെ ഒരു പ്രത്യേകത കൽപ്പിക്കുമ്പോൾ then there would be an energy. എല്ലാവരും ഇങ്ങനെ ഒരു ദിവസത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ തീരുമാനിക്കുമ്പോൾ there would be an energy. And people who ask about my health, alhamdulillah, by the prayers, by the medical system, with the help of Almighty, I'm doing very well. Why normally goal setting fail? പലപ്പോഴും ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട്, പലരും സെറ്റ് ചെയ്ത ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എഫേർട്ട് എടുക്കാറുണ്ട്. പക്ഷേ ഓൺ ദ കോഴ്സ് ഓഫ് ദ ജേർണി, അല്ലെങ്കിൽ ഈ പറയുന്ന യാത്രയിൽ പലപ്പോഴും ഇത് കയ്യിൽ നിന്ന് പോവും, അല്ലെങ്കിൽ മറന്നു പോവും, അല്ലെങ്കിൽ പിന്നീട് അത് അച്ചീവ് ചെയ്യാതെ പോകുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത്തരം വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഠിക്കാം, മനസ്സിലാക്കാം, ചിന്തിക്കാം, ചിന്തിപ്പിക്കാം. ദിസ് ഈസ് ദി ഹോൾ അജണ്ട ഓഫ് ടുഡേസ് ഡിസ്കഷൻ. ഐ തിങ്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 1-2 ഗോൾസ് അതിൽ സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇന്നലെ നമ്മൾ മാസ്റ്റർമൈൻഡ് സെഷനിൽ ഒരു ഡിസ്കഷൻ വന്നു, ഒരാൾക്ക് അതായത് നമ്മളുടെ ഒരു മേജർ ഗോൾ എന്ന് പറയുന്നത് നമ്മൾ ഒരെണ്ണം മാത്രമാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആക്ച്വലി അത് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പം റിയ സാർ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ, എങ്ങനെയാണ് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്? ആക്ച്വലി ഒരു ഗോളാണോ നമ്മൾ സെറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മളൊക്കെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും ആ ഗോളിൽ അച്ചീവ് ചെയ്താൽ നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സുകളാണ് ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം എന്നാണ് ഇന്നലെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എത്രത്തോളം അത് ശരിയാണ് എന്നുള്ളതിനെ പറ്റി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാൻ പറ്റുമോ? He will start because he is a master in preaching and practicing that part. Then I will also add my point. Definitely. Let's say ഒന്ന് enlighten ചെയ്തിട്ട് I will also start. Absolutely. Number one, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഗോളുണ്ട്, വ്യത്യസ്ത രീതിയിലുള്ള ഗോളുണ്ട്. വൺ ഈസ് കോൾഡ് ദ ലൈഫ് ടൈം ഗോൾ വിച്ച് വിൽ ബി ദെയർ ഫോർ യുവർ എൻറ്റയർ ലൈഫ്. അതിന് ലെഗസി ഗോൾ എന്ന് വേണം പറയാം. നമ്പർ 2 ഈസ് എ ലോങ് ടേം ഗോൾ, അതായത് 20-30 വർഷത്തെ ഗോളായിരിക്കാം. The next one would be a short-term goal, which could be a 5-year goal or a 3-year goal or a 2-year goal. പിന്നുള്ള annual goal അല്ലെങ്കിൽ yearly goal ഉണ്ടാവാം. And then comes your monthly goal, your weekly goal, your daily goal, your hourly goal. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഗോൾസ് ഒക്കെ ഉണ്ടാവാം. ഓക്കെ, നൗ ഗോള് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ വിഷൻ ബോർഡ് ആണെങ്കിലും വേണ്ടില്ല, വിഷൻ ആണെങ്കിലും വേണ്ടിയില്ല, നിങ്ങൾ whatever it is, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുമ്പം
There should be and must be. Should be and must be എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. Must be a prime goal. ഒരു പ്രൈം ഗോൾ ഉണ്ടായിരിക്കണം. ആ പ്രൈം ഗോളിൻ്റെ പ്രത്യേകത ഉണ്ട്. ആ പ്രൈം ഗോൾ ഒരു പോയിന്റിനോട് കണക്ട് ചെയ്തിരിക്കണം. ആ പോയിന്റിനെയാണ് നമ്മൾ വാല്യൂസ് ആൻഡ് പേർപ്പസ് പറയാം. അപ്പം വീണ്ടും പറയാം, ഒരു പ്രൈം ഗോൾ ഉണ്ടാവണം. ഒരൊറ്റ പ്രൈം ഗോൾ ഉണ്ടാകാൻ പാടുള്ളൂ. ആ ഒരു പ്രൈം ഗോൾ നിങ്ങളുടെ വാല്യൂസ് എന്താണ്, നിങ്ങളുടെ പേർപ്പസ് എന്താണ്, അതിനോട്ട് കണക്ട് ചെയ്തിരിക്കണം. കണക്ട് ചെയ്യാത്ത ഏതൊരു ഗോളും ഗോളല്ല. നിങ്ങളത് അച്ചീവ് ചെയ്താലും ചിലപ്പോൾ അച്ചീവ് ചെയ്തെന്ന് വരും. But even if you achieve those goals, you will not be having the fulfillment, satisfaction, pleasure. You will still have something called the pain. ഒന്നുകൂടെ മനസ്സിലാക്കുക, ഗോളുണ്ട്, പക്ഷെ ആ ഗോള് നിങ്ങൾ ഇതിനായിട്ട് കണക്ട് ചെയ്തിട്ടില്ല, നിങ്ങളുടെ വാല്യൂസിനായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. കണക്ട് ചെയ്യാത്ത ഗോള് ചിലപ്പോൾ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവില്ല. ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതിലൊരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവില്ല. സോ വാട്ട് ഷുഡ് വി ഡു? അപ്പം നിങ്ങൾക്ക് അറിയേണ്ട ഒരു പ്രൈമറി ഓർ ദ മെയിൻ ഗോൾ നിങ്ങൾ മനസ്സിലാക്കുക. അതിനേക്കാൾ മുമ്പ് നിങ്ങളെ വാല്യൂസ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെയുള്ള ഓരോ വ്യക്തിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാട്ട് ഈസ് യുവർ വാല്യൂ എന്നുള്ള ചുരുങ്ങിയ ഒരു 5 കീ വാല്യൂസ് ഉണ്ടാവണം, കോർ വാല്യൂസ് ഉണ്ടാവും. വാല്യൂസ് ഇല്ലാതെ ഗോൾ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ബിക്കോസ് വാല്യൂ ഇസ് ദ ഫൗണ്ടേഷൻ. നിങ്ങളുടെ ജീവിതം മുഴുവൻ ആ വാല്യൂ മേലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഇഫ് യു ഡോണ്ട് ഹാവ് വാല്യൂ, ദെൻ വേർ ആർ യു ഗെറ്റിംഗ് ദിസ് ഗോൾസ് ഫ്രം? സോ ദ കീ, ഇവിടെയാണ് എല്ലാവരും തെറ്റുള്ളൂ. ഗോളൊക്കെ സെറ്റ് ചെയ്യും. വൈ ഡോണ്ട് ദേ ഗോ ആൻഡ് അച്ചീവ് ദ ഗോൾ? എന്തുകൊണ്ടാണ് ഇത്രയും ബിസി ആയിട്ടുള്ള ദിവസം ജാനുവരി 1 പോലും നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ 2 മനുഷ്യന്മാരെ കേൾക്കാൻ വന്നത്? വൈ? ബിക്കോസ് ദെയർസ് എ വാല്യൂ, ഇസ് ദാറ്റ് റൈറ്റ്? ബിക്കോസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടുമെന്ന് തോന്നുന്ന കാരണം നിങ്ങൾ വന്നിട്ടുള്ളത്. സിമിലർലി വി നീഡ് ടു ഹാവ് സംതിങ് ഇൻ അവർ ലൈഫ് വിച്ച് ഇസ് കോൾഡ് ദ കോർ വാല്യൂസ്. ആ കോർ വാല്യൂ എന്ത് തന്നെ സംഭവിച്ചാലും അതിലൊരു മാറ്റം വരുത്തില്ല. നിങ്ങൾ രാവായാലും പകലായാലും ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് തന്നെ ഉണ്ടെങ്കിലും നിങ്ങൾ അതുമേൽ പിടിച്ചിട്ട് സംതിങ് ദാറ്റ് യു വിൽ ഡു ഫോർ യുവർ ലൈഫ്, സംതിങ് ദാറ്റ് യു ആർ റെഡി ടു ഡൈ ഫോർ, സംതിങ് ദാറ്റ് യു ആർ റെഡി ടു സ്റ്റാൻഡ് ഫോർ, ദാറ്റ് ഈസ് കോൾഡ് കോർ വാല്യൂ. ആ കോർ വാല്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ബൗണ്ടറിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ബൗണ്ടറിൻ്റെ ഉള്ളിൽ വെച്ച് വേണം നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യണം, അതിൻ്റെ പുറത്തേക്കല്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ വാല്യൂ കൽപ്പിച്ചിട്ട് ഇവിടെ വന്നു, അതേപോലെ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് 4 ദിവസം കഴിഞ്ഞിട്ട് അത് നിർത്താനുള്ള കാരണം വെച്ചാൽ ആ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ വാല്യൂ ഇല്ല അതിന്. എത്ര പേർക്ക് മനസ്സിലായി? അതിന് ടൈപ്പ് ചെയ്യാം. ഗോളുണ്ട്, പക്ഷെ ആ ഗോളിന് വാല്യൂ ഇല്ല. വാല്യൂ ഇല്ലാത്ത ഗോളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ പോകില്ല. 4 ദിവസം കഴിഞ്ഞാൽ നിങ്ങളത് നിർത്തും. പക്ഷേ അതേ സമയത്ത് വാല്യൂ ഉണ്ടെങ്കിൽ, ആ ഗോളിന് വാല്യൂ ഉണ്ടെങ്കിൽ, കണക്റ്റഡ് ആണെങ്കിൽ, പേർപ്പസ്ഫുൾ ആണെങ്കിൽ എന്ത് തന്നെ ആയാലും ചെയ്തിട്ടുണ്ടാവും. ഇന്ന് രാവിലെ എനിക്കൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നു, ഭയങ്കര അപാര ക്ഷീണം. ഞാനിങ്ങനെ കെടുക്കുകയായിരുന്നു, ഞാൻ ഇരുന്നിട്ട് ഉറങ്ങുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് എനിക്ക് തീർത്തേ മതിയാവും. ഐ വിൽ നെവർ ഗെറ്റ് അപ്പ്. ആ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ എണീക്കില്ല. ഐ വോണ്ട് എ കപ്പ് ഓഫ്, ഞാൻ സാധാരണ ചായ കുടിക്കാറില്ല, ഞാൻ കുടിക്കാറില്ല. ബട്ട് എനിക്ക് എണീൽക്കണം. But I said that I don't have energy at all, but I will never ever get up from here until otherwise I finish it. Then I finished, I woke up. I got up, not woke up, but I got up from there. Why? Because I was giving value for sitting there and finishing what I was intent to do. So you have to always focus on that. ഇനി ആ ഒരു മേജർ ഗോൾ, ഇനി ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ട എങ്ങനെയെന്ന് പറഞ്ഞുതരാം. നമ്മൾ സൂര്യനും സൂര്യൻ്റെ ചുറ്റുഭാഗത്തും പ്ലാനറ്റ്സ് ഉണ്ടല്ലോ, അത് മനസ്സിൽ കാണാം. ആ സൂര്യനാണ് നിങ്ങളെ മെയിൻ ആയിട്ടുള്ള ഗോള്. ബാക്കി എല്ലാ ഗോളും ആ സൂര്യനോട് കണക്ട് ചെയ്തിട്ടുള്ള ഗോൾസ് ആയിരിക്കണം. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? The main goal is the sun, and everything, the small, the major, or whatever goal you have must be connected with the major goal, and your major goal is automatically connected with your value and purpose in life. So every goal would be having a purpose. So every goal would be having a value. It's dottedly connected with your values. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഗോള്, നിങ്ങൾ വീക്ക്ലി ഗോൾ ഉണ്ടാവണം. നിങ്ങളുടെ ഡെയിലി ഡിസൈൻ എന്ന് പറയുക, DD എന്ന് പറയാം. ഐ വോണ്ട് യു ഓൾ ടു ടൈപ്പ് ഡൗൺ ദാറ്റ്. DD stands for daily design. You have to design your day every day. If you don't design your day every day, then what's going to happen?
You will never move. You will never take action. Am I right? അപ്പോൾ ഒരു ഡെയിലി ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ there is something that you need to have in the morning and something you need to have a day before that itself. What is that? I want you to type. What is that you need to have in order to design your day? നിങ്ങൾ ഡേ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണം. അത് ഒരു ദിവസം മുമ്പ് തന്നെ വേണം. What is that? I want you to chat. Yeah, it's called the track. Okay, what else? Goal setting, planning. Okay, go ahead. I'm planning. Okay, planning. I can see a lot of planning action coming in. Okay, task, daily planning, purpose, a lot of things. To-do list planning. അതൊന്നല്ല. അതൊക്കെ ശരിയാണ്, പക്ഷെ അതിനേക്കാളും ശരിയായിട്ടുള്ള സംഭവമുണ്ട്. നിങ്ങൾ നാളെ നിങ്ങളെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ ഡിസൈൻ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ, ഡിസൈനറിൻ്റെ അടുത്ത് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടൈലറിൻ്റെ അടുത്ത് കൊടുക്കുകയാണെങ്കിൽ, അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തുന്നാൻ കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ തയ്ക്കാൻ കൊടുക്കും? Give me the answer. Would you ask them to do it in their way or your wish, your way, your style, your design? Am I right? അപ്പോൾ നിങ്ങളുടെ സ്റ്റൈലിൽ ഒരു സാധനം സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടാവണ്ടേ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത്? യെസ് ഓർ നോ? നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടാവണ്ടേ? യെസ് ഓർ നോ? ദ ആൻസർ ഇസ് യെസ്. ഇതിനെയാണ് നമ്മൾ ക്ലാരിറ്റി എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ ക്ലാരിറ്റി. യു മസ്റ്റ് ബി ക്ലിയർ അബൌട്ട് ദ ഡ്രസ് ദറ്റ് യു ഗോയിങ് ടു വെയർ ഓൺ യുവർ വെഡിങ് ഡേ. നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾ ധരിക്കാൻ പോകുന്ന ഡ്രസ്സിനെ പറ്റി ഒരു നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. ക്ലാരിറ്റി ഇല്ലാതാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തി പറഞ്ഞ രീതിയിലായിരിക്കും, അയാൾ പറഞ്ഞ അല്ലെങ്കിൽ ആ ലേഡി പറഞ്ഞ സ്റ്റൈലിലേക്ക് നിങ്ങൾ പോവുക. ആൻഡ് യു വോണ്ട് ബി ഹാപ്പി വിത്ത് ദാറ്റ്. അവിടെ ക്ലാരിറ്റി ഇല്ലെങ്കിൽ എല്ലാ ദിവസവും എ ഡേ ബിഫോർ ഇറ്റ്സെൽഫ് യു മസ്റ്റ് ബി വെരി ക്ലിയർ അബൌട്ട് വാട്ട് യു ആർ ഗോയിങ് ടു ഡു ടുമോറോ. നാളെ എന്ത് ചെയ്യണം എന്നുള്ള ഫുള്ളായിട്ട് ക്ലിയർ ആയിരിക്കണം നിങ്ങൾക്ക് ഒരു ദിവസം മുമ്പ്. അന്ന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ദാറ്റ് ലീഡ്സ് ടു സംതിങ് എൽസ് വിച്ച് ഓൾസോ സ്റ്റാർട്ട്സ് വിത്ത് ദ ലെറ്റർ സി. സി എന്ന വാക്കുകൊണ്ട് തുടങ്ങുന്ന മറ്റൊരു ഇതായിട്ട് മാറും. നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഇതാണാവുക. എന്താണത് പറയാം? ഇഫ് യു ഡോണ്ട് ഹാവ് ക്ലാരിറ്റി. Absolutely correct. ആരോട് ടൈപ്പ് ചെയ്ത് കൺഫ്യൂഷൻ? എത്ര പേർക്ക് മനസ്സിലായി? ഐ വോണ്ട് എവരിവൺ ടു ഗോ ആൻഡ് ടൈപ്പ് സി. ക്ലാരിറ്റി ഇല്ല. ഒന്നുകിൽ ഇതുണ്ടാവും, അല്ല അതുണ്ടാവും, അതില്ലെങ്കിൽ ഇതുണ്ടാവും. ഏതാ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്. It's up to you. Do you want clarity? Do you want to win the race? Do you want to achieve your goal the next day? Be clear. If not clear, then you will be confused. Whether it's your profession ആണെങ്കിലും വേണ്ടില്ല, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും വേണ്ടില്ല, റിലേഷൻഷിപ്പ് ആണെങ്കിലും വേണ്ടില്ല, you must be crystal clear about what is that you want to achieve. If not, you're not going. രണ്ടാമത്തത്, എത്രത്തോളം വലുതാവണോ your goal, the bigger your goal, the higher the fear. How many of you are getting that? Bigger the goal, higher the fear. എത്ര പേർക്ക് മനസ്സിലായി? got in the type? Yeah. എത്രത്തോളം നമ്മൾ I want Riyaz also to talk on that. We'll have this conversation rather than one. Higher the goal, bigger the fear. Go ahead. You know what Sensei said, adding to what he said, you can have a lifelong goal, you can have a long-term goal, you can have an annual year goal, monthly goal, but until and unless you have your daily goal, idonnu nadakkan podilla. I'm being very honest with you. Maybe I'll sound a bit rude, but idu satyana. Enikku enda innathe divasam enikku ക്ലാരിറ്റിയോടുകൂടി കാണാനും അതിൽ ആക്ഷൻ എടുക്കാനും സാധിക്കാത്ത ഞാൻ എങ്ങനെയാണ് 10 വർഷത്തെ ഒരു ലെഗസി ഗോൾ സെറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്? നടക്കില്ല. വെറുതെ ഫൂളിങ് യുവർസെൽഫ്. സോ ബെറ്റർ, ദ ബെസ്റ്റ് പാർട്ട് ഈസ് ദാറ്റ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. നമ്മുടെ ഈ ട്രാൻസ്ഫോർമേഷൻ ലാംഗ്വേജിൽ പറയുമ്പോൾ ചങ്കിങ് ഇറ്റ് ഡൗൺ എന്ന് പറയും. യു ചങ്ക് ഇറ്റ് ഡൗൺ ആൻഡ് കം ബാക്ക് ടു യുവർ ഡേ. ദിവസത്തിലേക്ക് തിരിച്ചു വരിക. ആൻഡ് ലൈക്ക് സെൻസി സെഡ്, day before you have to understand how your day should go forward. I'll be back. ഞാൻ തീരുമാനിക്കാം. So you have to actually design your day and then go further. ഇനി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് as you might all know that your mind doesn't know the difference between big and small. Big and small ഒന്നും മനസ്സിന് അറിയില്ല. So for your mind, if you give a subject, it's for example achievement. You want to achieve something and you're listing it down. I'll list in author. I personally follow this practice. I will do a mix of list.
which will have big and small achievements. അതിൽ സ്മോളും ബിഗും എന്ന് പറയുമ്പോൾ ബിഗ് ക്യാൻ ബി ക്ലോസിങ് an account, ബിഗ് ക്യാൻ ബി ഗോയിങ് ഗോയിങ് വിത്ത് മൈ പാർട്ട്ണർ ഔട്ട്സൈഡ്, ഞാൻ എൻ്റെ ഫാമിലി കൂടെ പോകുന്നതാകാം, പുറത്തു പോകുന്നതാകാം, അതൊക്കെ ബിഗർ അച്ചീവ്മെന്റ് ആയിരിക്കും. സ്മോൾ അച്ചീവ്മെന്റ്സും അതിനകത്ത് വെക്കേണ്ടി വരും, which could be very silly by the way. It could be like drinking a cup of water, ഉമ്മയൊന്ന് വിളിക്കുക, പിന്നെ എൻ്റെ ഇൻബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. These all should also be part of your goals. കാരണം once you list all these smaller goals and bigger goals and mix and create a goal sheet or achievement sheet ഉണ്ടാക്കിയിട്ട് if you start the day, the chances are very high that you will be eventually ആദ്യമൊക്കെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സിനാരിയോ പറയാം. സിനാരിയോ എ, നമ്മൾ തലേ ദിവസത്തെ അച്ചീവ്മെന്റ് ലിസ്റ്റിനകത്ത് ഒരു 4-5 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. Could be the major things like closing a deal, talking to your boss, major things. ഈ 4 കാര്യം എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ ചിലപ്പോൾ അന്ന് രാത്രി ആ ഷീറ്റ് ഒന്ന് റിവ്യൂ എടുക്കാൻ നോക്കും. പ്രോബ്ലി യു മൈറ്റ് ഹാവ് ഡൺ 1 or 2, മേ ബി 2 തന്നെ ചെയ്യണ്ടാവും. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഇതേ സിനാരിയോ ബിയിൽ യു ഹാവ് ദിസ് 4 big things and you also have 6 another smaller things which could be പായ വിളിക്കുക, ഫ്രണ്ടിനെ ഒന്ന് ചാറ്റ് ചെയ്യുക, വെള്ളം കുടിക്കുക, ഒരാളെ ഹെൽപ്പ് ചെയ്യുക, കുഡ് ബി എനിത്തിങ്. 6 ചെയ്യാൻ പറ്റാവുന്ന 6 ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള 4. Now scenario B you have done 8 things. Scenario A you have done 2 things. Scenario B you have done 8 things. So which means scenario B you are 80% achieved. Scenario A you only 50% achieved. So this is called growth setting, which we normally believe. It's not goal setting. You have to have growth setting mindset. Every day you have to go a little by little improvement, cherry improvement. And you might think that, oh, does it make really sense? It would definitely make sense. Karanam, again, like I said, your mind doesn't differentiate the difference of big, large, small. നിങ്ങൾ പറയുന്നതാണ് മനസ്സിന്. ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. എല്ലാ മതവിശ്വാസത്തിലും നമുക്ക് ഈ വ്രതമുണ്ട്. വ്രതം അനുഷ്ഠിക്കില്ലേ? ഇപ്പൊ നോയമ്പ് സമയത്ത് നമുക്ക് പലപ്പോഴും വിശക്കാറില്ല. ശ്രദ്ധിച്ചറിയാം, നമ്മൾ എത്ര ചൂടത്തായാലും നമുക്ക് വിശക്കാറില്ല. കാരണം എന്താ? നമ്മുടെ ആ ഗോള് നമ്മളോട് തന്നെ പറയാം. നമ്മൾ രാത്രി ഒരു നിയ്യത്ത് വെക്കും, പർപ്പസ് എക്സ്പ്രസ് ചെയ്യാം. എന്താണ്? ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഒന്നും കഴിക്കില്ല എന്ന് ഞാൻ എന്നോട് തന്നെ പറയാം. ആൻഡ് യുവർ മൈൻഡ് ഈസ് വെരി കോൺഷ്യസ്ലി ലിസണിങ് ടു വാട്ട് യു സെഡ് ആൻഡ് യുവർ ബോഡി സ്റ്റാർട്ട് ടു പ്രിപ്പയർ ഫോർ ഇറ്റ്. You get what I'm saying? നമ്മളോട് തന്നെ പറയാണ്, ദിസ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ശരീരം വിശ്വസിക്കുകയും പിന്നീട് നമുക്ക് വിശപ്പ് പോലും തോന്നാത്ത രീതിയിൽ നമ്മുടെ ശരീരം നമ്മളുടെ ഇന്റൻഷനെ മായിട്ട് കണക്റ്റഡ് ആകും. അത്തരം രീതിയിൽ നമ്മളുടെ ഇന്റൻഷൻ, നമ്മളുടെ നല്ലൊരു വലിയ ഇന്റൻഷനിൽ, വളരെ പോസിറ്റീവ് ആയിട്ടൊരു ഇന്റൻഷനിൽ, ഇഫ് യു ക്യാൻ ക്രിയേറ്റ് എ മിക്സ് ഓഫ് ലിസ്റ്റ് ഓഫ് തിങ്സ് ദാറ്റ് യു വോണ്ട് ടു അച്ചീവ് ദ ഡേ, ആ ദിവസത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ യു ലിസ്റ്റ് ഇറ്റ് ഡൗൺ ആൻഡ് ദെൻ വർക്ക്. അങ്ങനെയാണ് ശരിക്കും നമുക്ക് ഒരു ഗോൾ സെറ്റിങ്ങിനെ നമുക്കൊരു ഡെയിലി ഹാബിറ്റ് ആക്കി മാറ്റുന്നു. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗോൾ സെറ്റിംഗ് ഈസ് സംതിങ് ഭയങ്കര ഹെർക്യൂലിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്, അല്ലെങ്കിൽ അതൊരു വലിയ സയന്റിഫിക് എക്സസൈസ് ഒന്നുമില്ല. ജസ്റ്റ് മേക്ക് ഇറ്റ് വെരി സിമ്പിൾ, ബട്ട് ഹാവ് ദിസ് ആസ് പാർട്ട് ഓഫ് യുവർ ഹാബിറ്റ്. ഈ പറയുന്ന റൈറ്റിങ്ങും ഈ പറയുന്ന പ്രോസസ്സും ഒക്കെ നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാക്കുക, റിവ്യൂ ചെയ്യുക. അൺടിൽ ആൻഡ് അൺലെസ് യു റിവ്യൂ ട്രാക്ക് യുവർ പ്രോഗ്രസ്, യു വിൽ നെവർ ഫീൽ ദാറ്റ് കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഈ അച്ചീവ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഒരു പരിധി വരെ നമ്മുടെ തോന്നലുകളാണ്. ഇപ്പൊ എന്റെ തോന്നലാണ് ഒരു വെള്ളം കുടിച്ചാൽ ഞാൻ അച്ചീവ്ഡ് ആയെന്ന്. അത് ചിലപ്പം ഹാരുവിന് ചിലപ്പോൾ അത് തോന്നണമെന്നില്ല, നിർബന്ധമില്ല. മേ ബി സെൻഷിക്ക് ചിലപ്പോൾ വേറൊരു തോന്നലായിരിക്കും അച്ചീവ്മെന്റ്. ഇറ്റ്സ് ഓൾ ഹൗ യു ഡിഫൈൻ ഇറ്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തതയോടുകൂടി നമുക്ക് നമ്മുടെ ദിവസത്തെ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ആ നമ്മുടെ ഡെയിലി ലൈഫ് തന്നെ ഒരു ഗോൾസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയാൽ miraculous changes will happen to your life. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ചിലർ പറയും, മാനിഫെസ്റ്റേഷനിലൊക്കെ പറയും, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ യാഥാർത്ഥ്യമാകുമെന്നൊക്കെ പറയില്ലേ. നമ്മളൊക്കെ എന്താ ചിന്തിക്കുന്നത്? വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നോക്കും അത് യാഥാർത്ഥ്യമാകുമെന്ന്. പക്ഷെ ചെറിയ ചെറിയ കാര്യം നമ്മൾ ചിന്തിക്കാറില്ല. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഭാര്യയുടെ നെറ്റിയിൽ പോയി ഒരു ഉമ്മ വെക്കുക. എനിക്കത് ചിന്തിച്ചിട്ട് അത് പോയി ചെയ്തൂടെ?
You can still do that, right? You can think about it. You just close your eyes and visualize about going and kissing your wife's forehead. ആ തോട്ട് ആയാലും ഇപ്പോ ഇനി ആ തോട്ട് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം? യു ഗോ ആൻഡ് ഡു ഇറ്റ്. അപ്പൊ നിങ്ങളുടെ മനസ്സിന് now your mind is having a message that, oh, this guy, whatever he think, that will come into reality. കാരണം നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തു. ഒരു ഗ്ലാസ് വെള്ളം അവിടെ ഇരിക്കുക. I am just thinking that going and taking that water, but I will only drink by sitting in. ഞാൻ ഇരുന്നേ അത് കുടിക്കുള്ളൂ. അങ്ങനെ ഞാൻ അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാണ്. അവിടെ പോയി ആ വെള്ളം എടുത്ത് ഇരുന്ന് കുടിച്ചിട്ട് ഞാൻ ആ വെള്ളം ആസ്വദിക്കുന്നത് വിഷ്വലൈസ് ചെയ്തിട്ട് യു ഡെലിബറേറ്റ്ലി ഗോ ആൻഡ് ഡു ഇറ്റ്. അപ്പൊ എന്താ പറ്റുക? നൗ യു ആർ ടെലിംഗ് യുവർ മൈൻഡ് ദാറ്റ് യു ആർ എ പേഴ്സൺ ഹു വിൽ മാനിഫെസ്റ്റ് എനിത്തിങ് ദാറ്റ് യു തിങ്ക്. ഇത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഡെലിബറേറ്റ് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഇതാണ് ഇവിടെ ഐ ഹാവ് ഹെഡ്സെറ്റ്, ഇതിവിടെ ഇരിക്കുകയാണ്. ഐ എം ജസ്റ്റ് തിങ്കിങ്, ഇത് വെച്ചിട്ട് ഐ എം ജസ്റ്റ് ഇങ്ങനെ തടകുന്നത് ഞാൻ വിഷ്വലൈസ് ചെയ്യാണ്. ആൻഡ് ഡു ഇറ്റ് ഡെലിബറേറ്റ്ലി. നൗ യു ഗീവ് എ മെസ്സേജ്, ഒരു ട്രിഗർ കിട്ടുകയാണ്. യുവർ മൈൻഡ് ഈസ് ഗെറ്റിംഗ് എ ട്രിഗർ. ദിസ് ഗായ് whatever he thinks, he make it real. അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്ത് ഗോൾ സെറ്റിംഗ് ഹാസ് ടു ബി എ പാർട്ട് ഓഫ് അവർ ലൈഫ്.